ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ പോകുന്നത് കോഴിക്കോട്ടുകാരുടെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള കോഴിക്കോട് ബീച്ചിലേക്കാണ്. ബീച്ചിലേക്ക് പോയാൽ നമ്മളെ ഫസ്റ്റ് പ്രയോറിറ്റി ഫുഡാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ വേറെ എന്തും. ഇവിടെ കുറേ സ്നാക്സ് ഉണ്ടായിരുന്നു. അതിന് കുറച്ച് സ്നാക്സ് പാഴ്സലും വാങ്ങി നേരെ ബീച്ചിലേക്ക് നടന്ന്. ഇവിടെ കുറച്ച് മുന്നോട്ട് നടന്ന് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് പാറക്കല്ല് കൂട്ടിയിട്ട പോലത്തെ ഒരു സ്ഥലം കാണാം. ഇതാട്ടോ ഞാൻ പറഞ്ഞ സ്ഥലം. ഇവിടെ സമാധാനമായിട്ടിരുന്ന് ബീച്ചും കണ്ട് നമുക്ക് സ്നാക്സ് കഴിക്കാം. ഫസ്റ്റ് നമ്മൾ കഴിക്കാൻ പോകുന്നത് കുറച്ച് മുമ്പേ റീൽസിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്, കൂന്തൽ നിറച്ചത്. മക്കളെ ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. സൗത്ത് ബീച്ചിൽ പോവുകയാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. പിന്നെ നമ്മൾ വാങ്ങിയത് കടുക്ക നിറച്ചതായിരുന്നു. ഇത് ഞാൻ കഴിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിന് അബ്ബാറ ടേസ്റ്റാണെന്ന്. പക്ഷെ വെറുതെ കേട്ടോ, തീരെ രസമല്ലേനും. അങ്ങനെ അതും കഴിച്ചിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് ബീച്ചിലേക്ക് ഇറങ്ങി. സംഭവം എനിക്കിപ്പോൾ വെള്ളത്തിൽ കളിക്കുന്ന ഇഷ്ടമല്ല, എന്നിട്ടും ഇറങ്ങി. എന്തിനാ? വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം. അങ്ങനെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കാല് കഴിച്ചപ്പോൾ ഇരിക്കാമെന്ന് വിചാരിച്ച് ഇവിടെ വന്നിരുന്നു. അടിപൊളി സ്ഥലമാണ് കേട്ടോ, ഒന്നും പറയാനില്ല. നമുക്ക് ഫോട്ടോസോ വീഡിയോസോ ഒക്കെ എടുക്കണമെങ്കിൽ ഇവിടെ വന്നിട്ട് എടുക്കാം. നല്ല രസമല്ലേ കാണാൻ. അടുത്തായിട്ട് നമ്മൾ ട്രൈ ആക്കാൻ പോകുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കാടമുട്ട മസാലയാണ്. എപ്പോഴത്തെ പോലെ തന്നെ നല്ല രസമാണ് കേട്ടോ, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മളൊരു ബ്രെഡ് പോക്കറ്റ് വാങ്ങിയിരുന്നു കേട്ടോ. ഇതിൻ്റെ ഫില്ലിങ്സ് ഫുള്ള് ക്യാബേജ് ആയതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായിക്കില്ല. അതിനുശേഷം നമ്മൾ ഉപ്പിലിട്ടത് കഴിക്കാൻ പോയി. മാങ്ങയും അതുപോലെ തന്നെ പൈനാപ്പിളും അതിന് വാങ്ങിയത്. പൈനാപ്പിളിന് പേര് പോലെ തന്നെ ഉപ്പ് കുറച്ച് അധികമായോ എന്നൊരു ഡൗട്ട്. എന്തായാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിച്ച് കുറച്ച് മുമ്പോട്ട് നടന്നപ്പോഴാണ് ബബിൾസ് ഇങ്ങനെ പറന്ന് വരുന്നത് കണ്ടത്. എന്താണെന്നറിയില്ല, ഇങ്ങനത്തെ സാധനങ്ങൾ കാണുമ്പോൾ നമ്മൾ ചെറിയ മക്കളായി പോകില്ലേ. ഞാനിതിൽ കളിക്കുന്ന കണ്ടപ്പോൾ അവിടുത്തെ ചെറിയ മക്കൾ ഇന്നെ ഏതടാ അവള് എന്നുള്ള രീതിക്ക് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ട് വെള്ളത്തിനയക്കുണ്ടായിരുന്നു. സോ ഞങ്ങൾ നേരെ വിട്ട് അലിക്കാൻ്റെ പിസ്ത കടയിലേക്ക്. ഇവിടുന്ന് ഹോർലിക്സ് മിൽക്കും പിസ്ത മിൽക്കും അതിന് ട്രൈ ആക്കിയത് 2ന് 20 രൂപ കേട്ടോ. ഇവർക്ക് എങ്ങനെയാണ് ഇത് മുതലാവുന്നതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ, അടിപൊളി തന്നെയാണ്. അങ്ങനെ അതും കുടിച്ച് ദാഹവും മാറ്റി ഞങ്ങൾ നേരെ വീട്ടിൽ വന്ന്. എൻ്റെ ഈ കുട്ടി വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഫോർ കുട്ടി വീഡിയോസ്.